ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് നമ്മുടെ ധനുഷും അതുപോലെ സ്നേഹയും കൂടെ വീട്ടിലേക്ക് വന്ന് തിയേറ്റർ റൂമിൽ നിന്ന് തിയേറ്ററിനകത്ത് സിനിമ കണ്ട് ധനുഷാണെങ്കിൽ സ്നേഹ എന്താണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് സ്നേഹയെ നല്ല ട്രാപ്പിലാക്കി ഒരു കൊച്ചിൻ്റെ അച്ഛനാവാനുള്ള ശ്രമമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ആ ഒരു ശ്രമത്തിൻ്റെ ഇടയ്ക്കകത്ത് എന്താണ് കെട്ടി പിടിച്ചുകൊണ്ട് അങ്ങ് നിന്ന് പരിസരം മറന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ അവന്തിക കഥവ് തള്ളി തുറന്നു വരുന്നത്. കാരണം ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഇത് നടക്കുന്നുള്ളതുകൊണ്ട് അവന്തിക ആരെയും ഇവർ പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്കും അവന്തിക കയറി അത് നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ധനുഷിൻ്റെ കള്ളത്തരങ്ങളും സ്നേഹയുടെ കള്ളത്തരങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇന്ന് സീരിയലിനകത്ത് പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാളും എല്ലാം വലിയൊരു കാര്യം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ, നിസാരമായ തെറ്റിദ്ധാരണ. എന്താ എന്ന് വാ തുറന്ന് ഒരു രണ്ടക്ഷരം ചോദിച്ചാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പിണക്കങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് പോലുമില്ല. നമ്മുടെ മനസ്സിലൊരു സംശയം എന്താണോ ആ സംശയത്തിനൊന്ന് ചോദിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കിൻ്റെ ആവശ്യമുള്ളൂ. ആ ഒരു വാക്ക് ചോദിക്കാൻ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതുപോലെ മനസ്സിൽ കൊണ്ടുവച്ച് നമ്മൾ ധരിച്ചത് മാത്രമായിരിക്കും സത്യമെന്ന് കരുതിയതിൻ്റെ ഒറ്റൊരു പേരിൻ്റെ അത് തന്നെ എന്താണ് സന്ദീപ് ചതിച്ചു എന്ന ആ ഒരു വിചാരത്തിന് നമ്മുടെ ആതിര എന്താണ് സൂസൈഡ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആതിരയുടെ നില എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനഘ രാത്രി ഉറങ്ങുമ്പം അനഘയ്ക്ക് ഉറക്കത്തിനകത്ത് ഭയങ്കരമായിട്ട് നൈറ്റ് മാസ് വരുവാണ്. അതായത് രാത്രിയിൽ ആ സ്വപ്നങ്ങൾ വരുവാണ്, ഭയങ്കര പേടിയ സ്വപ്നങ്ങൾ. അതായത് അജയൻ തട്ടിക്കൊണ്ടുപോയതും കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തിയതും കല്യാണം കഴിക്കാൻ വേണ്ടി അജയൻ എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഉണർത്തിയതും ഇതെല്ലാം. പക്ഷേ അജയൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇതുവരെ നമ്മുടെ അനഘ അറിഞ്ഞിട്ടില്ല. പക്ഷേ അനഘ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അവന്തിക്ക് ഒന്ന് പറയുന്നുണ്ട്, മോളെ നിനക്കിനി അജയനെ കൊണ്ട് ഒരു ശല്യം കാണില്ല, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തിലേക്ക് നിന്റെ ചേച്ചി അവനെ പറഞ്ഞു വിട്ടു. നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമില്ല, ഇനിയും ചേച്ചിക്ക് ആവശ്യം വന്നാൽ നിന്നെയും പല കാര്യങ്ങൾക്കും വേണ്ടി ചേച്ചി വീണ്ടും നിന്നെ ബലിയാടാക്കേണ്ടി വരും. ആ നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, എന്നെ നിവർത്തികേട് കൊണ്ടാണ്. എനിക്ക് ഈ കളി ജയിച്ചേ പറ്റത്തുള്ളൂ. ഈ കളി ജയിക്കാൻ ചേച്ചി എന്തുവരെയും അറ്റം വരെയും പോകും, അതിനു വേണ്ടി ചെയ്യും. ചിലപ്പം അതിനു വേണ്ടി എനിക്ക് ബലി കൊടുക്കേണ്ട വന്ന നീ ആണെങ്കിലും എൻ്റെ സ്വന്തം അനിയത്തിയാണ്, നീ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ എന്ന് ഉറങ്ങിക്കിടക്കുന്ന എന്താണ് അനഘയെ നോക്കി എന്താണ് നമ്മുടെ അവന്തിക പറയുന്നതുമാണ് കാണുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ എന്താണ് അനഘ ആണെങ്കിൽ ഈ സ്വപ്നം കണ്ട് അജയൻ കല്യാണം കഴിക്കാൻ താലി മാല അങ്ങ് കഴുത്തി വെച്ചു എന്നുള്ള പേടിക്കകത്ത് അങ്ങ് അങ്ങ് ഉണരുവാണ്. പെട്ടെന്ന് ഉണരുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ഇതൊക്കെ സ്വപ്നമായിരുന്നല്ലോ, ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള ആശ്വാസത്തിനകത്ത് അനഘ എന്നിട്ട് അനഘ നേരെ എന്താണ് അനഘയ്ക്ക് പിന്നെ ഉറങ്ങാമല്ല, അനഘ നേരെ സന്ദീപിനെ കാണാൻ സന്ദീപിനെ റൂമിൽ പോകുമ്പോഴത്തേക്ക് ആ സമയത്ത് ആ റൂമിനകത്ത് എന്താണ് നമ്മുടെ ആതിരയില്ല. അപ്പോൾ സന്ദീപോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സന്ദീപ് ഇതൊക്കെ നമുക്ക് ഇവിടെ ആരെങ്കിലും അടുത്ത് പറഞ്ഞാലോ, ഇതൊന്നും ആലോചിച്ചിട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. ഇനി വീണ്ടും അജയൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലോ. കാരണം അനഘയ്ക്ക് അറിയത്തില്ല അജയൻ ഇനി ഇല്ല എന്നുള്ള കാര്യം അനഘ അറിയുന്നില്ല. അതുകൊണ്ട് അനഘ ഈ കാര്യങ്ങളെല്ലാം വന്ന് സന്ദീപിൻ്റെ സംസാരിക്കുമ്പോഴത്തേക്കും സന്ദീപ് അനഘയെടുത്ത് പറയുന്നത്, നമ്മൾ തീരുമാനിച്ചല്ലേ ഈ കാര്യങ്ങളൊക്കെ താൻ മനസ്സിൽ നിന്ന് വിട്, നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ തന്നെ ഇതൊരു സീക്രറ്റ് ആയിരിക്കണം. ആരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ രഹസ്യം ഇനി ആരും അറിയാൻ പാടില്ല, അത് നമുക്ക് ഒട്ടും ശരിയല്ല എന്ന് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ആതിര അവിടെ നിൽക്കുന്നത്. കേട്ട് ആതിരയുടെ കണ്ണീന്നൊക്കെ അങ്ങ് കണ്ണീരൊരു, എന്നെ സന്ദീപ് എന്നെ ചതിച്ചിട്ടും എൻ്റെ അടുത്ത് ഇതെല്ലാം ഒളിച്ചു വെച്ച് എങ്ങനെയാണ് സന്ദീപിന് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല ദൈവമേ എന്ന് ആതിര അവിടെ നിന്ന് എന്താണ് സന്ദീപിനെ നോക്കി അനഘയോട് സംസാരിക്കുന്ന അവർ ആ ഒരു ക്ലോസ്നെസ് ഒക്കെ നോക്കി ഭയങ്കര ആതിര എന്താണ് ഭയങ്കര കൺസേൺഡ് ആവുന്നതുകൊണ്ട് ഭയങ്കര വറീഡായിട്ട് അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ ഇതൊന്നും തന്നെ സന്ദീപം കണ്ടില്ല, അനഘയും കണ്ടില്ല. അതുമല്ലാതെ ഇന്നലെ ആണെങ്കിൽ അനഘ സന്ദീപിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് നേരെ ആതിരെ കണ്ടപ്പോഴത്തേക്ക്, നീ എൻ്റെ മുറി പോയിരുന്നു അനഘ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അല്ല ഞാൻ നിങ്ങളുടെ മുറി പോയില്ല, ഞാൻ സ്നേഹയെ കാണാൻ പോയത് കള്ളം വരെയല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഫുൾ ഡൗട്ട് അടിച്ചു കഴിഞ്ഞു. കാരണം അന്ന് കെട്ടിപ്പിടിച്ചത് കണ്ടു, ഇന്നിങ്ങനെ വന്ന് നമ്മുടെ രഹസ്യം ആർക്കും അറിയാൻ പാടില്ല, ഈ രഹസ്യം ഇനി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് നമുക്ക് നല്ലതെന്നൊക്കെ സന്ദീപൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് പോലും ഇന്ന് വരെ അറിയാതെ. അതാണ് ഇഷ്ടപ്പെട്ട ആൾക്കാരോടും നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാം തുറന്ന് പറയണം. ചിലപ്പോൾ നമുക്ക് ടെൻഷൻ കാണും, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് എന്താ അവരെയും കൊണ്ട് ടെൻഷൻ അടിപ്പിക്കേണ്ട, നമ്മൾ ഒളിച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒളിച്ചു വെക്കുന്ന കാര്യം ചിലപ്പോൾ അവർ അതിൻ്റെ ഒരു മുക്കും മൂലയും കണ്ടിട്ട് നമ്മളെ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ അത് തന്നെ നമ്മൾ അവരോട് കള്ളത്തരം കാണിച്ചു അവരെ ചതിച്ചു എന്ന് വലിയ വലിയ തീരുമാനങ്ങൾ അവർ മനസ്സിൽ നമ്മളെക്കുറിച്ച് എടുക്കാനുള്ള കാരണമായി മാറുന്നത് നമ്മുടെ ഈ ചെറിയ ചെറിയ ഒളിച്ചു വെപ്പാണ്. ഈ ഒളിച്ചു വെപ്പ് ജീവിതത്തിൽ മാറ്റിയാൽ തന്നെ ജീവിതത്തിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഏറ്റവും വലിയ സഹായകരമാവുന്നുള്ളതാണ്. അപ്പം ഇതൊന്നും കണ്ട് സങ്കടം സഹിക്കാതെ നിൽക്കുമ്പോഴത്തേക്കും ഇവളെന്താണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് കാണുന്നത്. ആതിര എന്താണ് അവിടെ നിന്നതൊന്നും ഇവരാരും കണ്ടിട്ടില്ല. അങ്ങനെ സങ്കടപ്പെട്ട് ആതിര അവിടെ നിന്ന് ആതിര എന്താണ് ഇവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്
ആതിര അവിടെ നിന്ന് എന്താണ് മാറിക്കഴിഞ്ഞു. കാരണം ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിൽക്കുന്ന കാണാണ്. പിന്നെ എന്താണ് സന്ദീപ് ഇവരും ആതിര അവിടെ നിന്ന് കണ്ടില്ല. ആതിര പിന്നെ റൂമിൽ വന്നിന്ന് സങ്കടപ്പെടുന്ന ആതിര എന്താണ് കൈ കെട്ടുന്ന വാച്ചും കാര്യങ്ങളൊക്കെ ഊരി പറിച്ച് കളഞ്ഞിട്ട് അവിടെ ഇരുന്ന് ടേബിളിൽ ഇരുന്ന സാധനങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ആതിര മനസ്സിൽ ചിന്തിക്കുവാണ്, എന്നാലും സന്ദീപിനെ എന്നെ ചതിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ചിന്തയും സങ്കടവും അവരുടെ വിവാഹം തൊട്ട് ഉള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നിട്ട് ആതിരയ്ക്ക് അങ്ങ് റിലേ പോയിരിക്കുമ്പോഴത്തേക്ക് ആതിര എന്ത് ചെയ്യുവാണ്, അവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു നൈഫ് ഉണ്ടല്ലോ, ആ നൈഫ് എടുത്ത് കൈയുടെ വെയിൻ അങ്ങ് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തെന്നാണ് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് സന്ദീപ് കയറി വരുന്നത്. അയ്യോ ആതിര എന്തോ ഈ കാണിച്ചത്, എന്ത് മണ്ടത്തരം ആതിര ഈ കാണിച്ചെന്നുള്ള രീതിക്ക് സന്ദീപ് എന്താണ് ഇതായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അർച്ചനയും നമ്മുടെ മീരടുത്ത് എല്ലാവരും വരും. പക്ഷേ ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണ് ആതിര ഈ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ എല്ലാവരും കൂടെ ആതിരയെ കൊണ്ട് എന്താണ് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും എന്താണ് അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് ആതിരയ്ക്ക് എന്താണ് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെന്ന് അറിയാതെ എന്താണ് അച്ചുവും പതറി എന്താണ് നമ്മുടെ സന്ദീപിനോട് ചോദിക്കുന്നത്. എനിക്ക് അറിയത്തില്ല ഏട്ടത്തി, അവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ സന്ദീപ് എന്താണ് ഏട്ടത്തി എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കുവാണ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവധിക. അപ്പോൾ അവധിക്ക് നന്ദനൊക്കെ അവിടെ വരുന്നേ ഉള്ളൂ. പിന്നെ ആദ്യം കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്താണ് സച്ചി അർച്ചനൊക്കെ ബ്ലഡിൻ്റെ കാര്യത്തിന് വേണ്ടി അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വേണ്ടി പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്കും അവരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവധിയൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ ബ്ലഡിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടി പോയതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മീരയോട് നമ്മുടെ നന്ദൻ ചോദിക്കുമ്പോഴത്തേക്കും മീര പറയുന്നത് എനിക്ക് അറിയത്തില്ല നന്ദേട്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ അതുവരെ നിൽപ്പുണ്ട് നമ്മുടെ എന്താണ് സ്നേഹയും അതുപോലെ തന്നെ ധനുഷും അതിൻ്റെ വാതിലിൽ തന്നെ നിൽപ്പുണ്ട്. അതായത് ആതിരയ്ക്ക് എന്തായെന്ന് അറിയാനുള്ള കാത്തിരിപ്പിനാണ് നിൽപ്പുണ്ട്. ഒന്ന് അവന്തിക അവിടെ നിന്ന് കണ്ണ് മാറി എല്ലാവരുടെ കണ്ണും ശ്രദ്ധയൊന്നും മാറിയപ്പോഴത്തേക്ക് ഇവർ അവിടെ നിന്ന് ആരെയും അറിയിക്കാതെ നല്ല പോലെ മുങ്ങി നേരെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് രാത്രി വന്നിരിക്കുക. രാത്രി സമയം നെല്ലിശ്ശേരി വീട്ടിൽ ഒരു മനുഷ്യനും ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ല. നേരെ പോയിരുന്ന് ഹോം തിയേറ്ററിനകത്ത് നിന്ന് എന്താണ് TV കണ്ട് എന്താണ് ഓരോ സിനിമ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ധനുഷ് നേരെ സ്നേഹയുടെ കൈയും പിടിച്ച് എന്താണ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ ആതിര ഭയങ്കര സീരിയസ് ആകുന്നതാണ്. ഇതൊന്നും അറിയത്തില്ല. പക്ഷേ പെട്ടെന്ന് അവധിക്ക് തോന്നുന്നു ഇവിടുന്ന് ആരെയും കാണുന്നില്ലോ. അപ്പോൾ അവധിക്ക് തീരുമാനിക്കും എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയൊരു അവസരമാണല്ലോ എന്ന് ചിന്തിച്ച് അവിടെ നിന്നാണ് അവന്തിക അങ്ങ് എസ്കേപ്പ് ആവണം. അവന്തിക്ക് നേരെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ആദ്യം അവന്തിക നോക്കുന്നത് ധനുഷിൻ്റെ ആ റൂമാണ് നോക്കുന്നത്. ധനുഷിൻ്റെ റൂമിലേക്ക് ധനുഷ് എന്ന് നോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ധനുഷ് അവിടെ തുറക്കുന്നില്ല. അപ്പോൾ അവന്തിക തിരിച്ചെന്താണ് ചിലപ്പോൾ വന്ന് കാണത്തില്ല എന്ന സംശയത്തിനകത്ത് എന്താണ് നേരെ നെല്ലിശ്ശേരിയുടെ മെയിൻ ഹൗസിലേക്കും കയറുക. മെയിൻ ഹൗസിൽ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ തിയേറ്റർ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. ഇതിപ്പോൾ ആരാ ഇവിടെ തിയേറ്ററിനകത്ത് കണ്ടുകൊണ്ടിരിക്കാൻ നോക്കിയിട്ട് ജസ്റ്റ് തുറക്കുന്നതും കാണുന്നത്. അതിന് തൊട്ട് മുന്നേ തന്നെ അവർ ഭയങ്കര റൊമാൻറ്റിക്കിനകത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ ഇടോ, അതൊക്കെ താൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് മാഷെല്ലാം തീരുമാനിച്ചോ അവന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ സ്നേഹ കൈ എടുക്കുമ്പോഴത്തേക്കും ധനുഷ് പറയാ തനിക്കിഷ്ടം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇവൻ പിണക്ക് അഭിനയിക്കുന്നുണ്ട്. ആ പിണക്ക് അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്നേഹ പഞ്ചാരയിലൊക്കെ അങ്ങ് വീണ് പോവാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് പിണങ്ങല്ലേ മാഷ എന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് അതേ ചെയറിൻ്റെ അതിൻ്റെ ആമുണ്ടല്ലോ, അതായത് അതിൻ്റെ കസേരയുടെ കയ്യിൽ വന്ന് അങ്ങ് ഈ സ്നേഹ ഇരുന്ന് ധനുഷ് എന്താണ് തലോടിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ ധനുഷിനെ അവൾ എന്താണ് നല്ല പോലെ തിരിച്ചും പഞ്ചാര എടുക്കുന്നുണ്ട്. ധനുഷും തിരിച്ച് അതുപോലെ തന്നെ. അപ്പോൾ ആ പെണ്ണിനെ അറിയത്തില്ല ഇവർ എന്തുപോലെ ചതിയനാണും എന്തുപോലെ ഫ്രോഡാണെന്നൊന്നും ഇനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൊണ്ട് റൊമാൻസിലേക്ക് നിൽക്കുമ്പോഴത്തേക്ക് മെല്ലെ അവൾ എന്താണ് പിടിച്ച് കെട്ടിപ്പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിന്ന് ഓൾമോസ്റ്റ് കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കാണ് ഈ അവന്തിക കതവ് തള്ളി തുറന്ന് കയറുന്നതും കാണുന്ന കാഴ്ച ഈ ഒരു കാര്യം. സാധാരണ അവന്തികയുടെ സ്വഭാവത്തിന് ഭയങ്കര പ്രതികരണം ഷൗട്ടിങ് വരണ്ടാണ്. പക്ഷേ അവന്തികയ്ക്ക് താൻ പോലും ചതിക്കപ്പെട്ടോ എന്നുള്ള ഒരു സങ്കടം കൊണ്ട് അവന്തിക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ ധനുഷ് നോക്കി ദയനീയമാണോ ദേഷ്യമാണോ ഭാവമാണോ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുക. സ്നേഹ ഇതൊക്കെ കണ്ടിട്ടും അവിടുന്ന് എസ്കേപ്പ് ആവാനോ നിന്നില്ല. അവിടെ എന്നാൽ തല കുനിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ധനുഷിനും ഒരു കള്ളനെ പോലെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുമോ, എല്ലാം ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. താങ്ക്